ഹലോ എവ്രി വൺ, വെൽക്കം ടു ക്രിയേറ്റീവ് സോൺ. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഈ ഒരു റോസിൻ്റെ തണ്ടുകൾ അതുപോലെ ലീഫ് ഒക്കെ എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നേരത്തെ കാണിച്ചതുപോലെ ഗ്രീൻ കളറാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് യെല്ലോ കളറും. അപ്പോൾ നേരത്തെയുള്ള ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഫസ്റ്റ് പാർട്ട് കാണുക. അപ്പോഴേ നിങ്ങൾക്ക് വൺ സ്ട്രോക്ക് പെയിൻറ്റിങ് എങ്ങനെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു ഫാബ്രിക് പെയിൻറ്റിങ്ങിൻ്റെ ഒരു ബേസിക് കാര്യങ്ങളൊക്കെ പാർട്ട് 1 ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിലാദ്യം പോയി കാണുക, എന്നിട്ട് സെക്കൻഡ് പാർട്ട് വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതാ യെല്ലോ കൂടി ഞാൻ എടുക്കുന്നുണ്ട്. ഇനി യെല്ലോ പിന്നെ ഗ്രീനും നേരത്തെ ഞാൻ ഫ്ലവറിന് റോസിന് വേണ്ടിയിട്ട് കളർ കമ്പൈൻ ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാൽ അതുപോലെ തന്നെ സെയിം ഇവിടെയും ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ലീഫ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ നിങ്ങൾ കളറ് കമ്പൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു കുഞ്ഞു ബ്രഷാണ്. നമ്മൾ നേരത്തെ ചെയ്തത് അത്യാവശ്യം വലിയൊരു ബ്രഷായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സൈസ് ചെറിയതായ കാരണം രണ്ടറ്റത്തും കളർ നന്നായിട്ട് ഫില്ലായിട്ടുണ്ടെന്ന് നോക്കുക. എന്നിട്ട് അതൊന്ന് വരച്ച് നോക്കുമ്പോൾ അവിടെ ഞാൻ കളറാ മിക്സ് ചെയ്യുന്ന പാലറ്റിനെ പോലുള്ള ആ ഒരു ലിഡിൽ ഞാനൊന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ആ രണ്ട് കളറും അതിൽ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ അതൊരു വെറും ഗ്രീൻ സ്ട്രോക്ക് ആയിട്ട് മാറും. അപ്പോൾ രണ്ട് കളറും ഒരു സ്ട്രോക്കിൽ കിട്ടണം. ഇങ്ങനെയൊക്കെ അവിടെ രണ്ട് കളറും മിക്സ് ആയിട്ട് വരണം കേട്ടോ. അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതാ നമ്മളുടെ തണ്ടുകളും കുഞ്ഞു കുഞ്ഞു ലീവ്സും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് വലുപ്പമുള്ള ലീഫാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കാണിച്ച ബ്ലൂ ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ രണ്ട് വശത്തും നേരത്തെ കാണിച്ചതുപോലെ പെയിൻറ്റ് ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കുക, എന്നിട്ട് മിക്സ് ചെയ്യുക. രണ്ട് സൈഡ് മിക്സ് ചെയ്യുക. ഒരു അല്പം റെഡ് ഞാനിവിടെ എടുക്കുന്നുണ്ട്. അത് അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി, ലീഫിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി. കുറച്ചുകൂടി ഇങ്ങനെ ഒരു അല്പം റെഡ് എടുക്കുമ്പോൾ കുറച്ചുകൂടി ഭംഗി കിട്ടും. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ ആ സ്ട്രോക്ക്, യെല്ലോ സ്ട്രോക്ക് വരുന്ന ഭാഗം മുകളിലേക്ക് തന്നെ ആക്കി വെക്കണം. എന്നെങ്കിൽ അതിൻ്റെ ആ ലീഫിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ ലീഫുകളൊക്കെ കഴിഞ്ഞു. ഇനി ലൈനർ ബ്രഷ് എടുത്തിട്ട് നമ്മളെ ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് വൈറ്റ് പെയിൻറ്റ് എടുക്കുക ലൈനർ ബ്രഷിൽ. എന്നിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഇതിനകത്ത് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗി കിട്ടും. അപ്പോഴാണ് ശരിക്കും അതൊരു റോസിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു യഥാർത്ഥ ഭംഗി അപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത്.
പിന്നെ ഇതിനകത്തൂടെ കുഞ്ഞു കുഞ്ഞു തണ്ടുകളും ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അത് ഗ്രീൻ കളറ് മിക്സ് ചെയ്തിട്ട് യെല്ലോ ആയിട്ട് ഒരു അല്പം യെല്ലോ ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ തണ്ടുകളും ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ റീത്ത് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതൊരു സൈഡിൽ ചെയ്തെടുത്ത പോലെ തന്നെ ഞാൻ മറ്റു സൈഡിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് നിങ്ങൾക്ക് ഫ്ലവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം. ഞാനിത് സിമ്പിളാക്കിയത് എനിക്ക് ഇതിനകത്തൊരു ഹോം സ്വീറ്റ് ഹോം എന്നുള്ളൊരു കോട്ട് കൊടുക്കാണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര സിമ്പിളാക്കിയത്. ഇത് നിങ്ങൾക്ക് വീട്ടിൽ ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാം. ചുവരിലൊക്കെ ഹാങ് ചെയ്ത് വെക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ കോട്ടൺ ചുരിദാറിലൊക്കെ ചെയ്തെടുക്കാം. ഇതൊരു ഫാബ്രിക് പെയിന്റിങ് കൂടിയാണ്, അതുകൊണ്ട് ഡ്രസ്സിലൊക്കെ ചെയ്തെടുക്കാം. നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം ഇതുപോലെ നല്ല വീഡിയോസുമായി.